ഇന്നത്തെ യാത്ര മടിക്കേരിയിൽ നിന്ന് പാലക്കാടേക്കാണ്. നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്ന റൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ, മടിക്കേരിയിൽ നിന്ന് നേരെ വിരാജ്പേട്ട് എത്തി വിരാജ്പേട്ടിൽ നിന്ന് ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലൂടെ നേരെ കണ്ണൂർ പിടിക്കണം. അവിടുന്ന് പിന്നെ നേരെ കോഴിക്കോട് എത്തി കോഴിക്കോട് ബീച്ചെല്ലാം കവർ ചെയ്ത് പാലക്കാടേക്ക് വരാനാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മുടെ സ്ഥിരം ചെയ്യാറുള്ള യാത്രകൾ പോലെ തന്നെ ഇന്നും രാവിലെ 6:30 തന്നെ നമ്മൾ ഈ കൂർഗിൽ നിന്ന് പുറപ്പെട്ടു. കൂർഗിലേക്ക് പോകുന്നതും വരുന്നതുമായിട്ടുള്ള വഴികളൊക്കെ എനിക്കെന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. അതുപോലെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു റൂട്ടായിരുന്നു നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ ഈ റോഡ് ട്രിപ്പ് ഫ്രം കൂർഗ് ടു കണ്ണൂർ എന്ന് കൊടുത്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി നമുക്കിനി കുറച്ചു നേരം ആസ്വദിക്കാം. ഇപ്പോൾ നമ്മളുള്ളത് കൂർഗിലെ ഏതോ ഒരു പേരറിയാത്ത സ്ഥലത്താണ്. വരുന്ന വഴി മൊത്തമായിട്ട് കോട മൂടിയതുകൊണ്ടും നല്ല തണുപ്പുള്ളതുകൊണ്ടും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ച് നിർത്തിയതാണ് ഇവിടെ. ഇതാണ് വിരാജ്പേട്ട്. വിരാജ്പേട്ടിലെ മെയിൻ ടൗണാണിത്. ഇവിടെ നിന്നായിരിക്കും നമ്മളിനി ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ടുള്ള ഡൈവേഷൻ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിലോട്ട് കയറി. പോകുന്ന വഴി ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെയോ മറ്റേതെങ്കിലും മൃഗങ്ങളെയോ ഒക്കെ കണ്ടുവെന്ന് വരും. നമുക്കേതായാലും അത്ര ഭാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ കുരങ്ങന്മാരെയൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിച്ചുവെങ്കിലും മറ്റ് മൃഗങ്ങളെയൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ ഒരു റൂട്ടിലെ റോഡാണ് കേട്ടോ. അത്ര ഡീസൻ്റ് ആയിട്ടുള്ള റോഡൊന്നും അല്ല ഈ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിൽ മൊത്തമായിട്ടുള്ളത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലൊക്കെയാണ് ഈ ഒരു റോഡ് കാണാൻ സാധിച്ചത്. അതുപോലെ ഈ ഒരു കാടും റോഡും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലൊഴിച്ച മറ്റൊരു കാര്യം, ഒരു ബൈക്ക് ട്രിപ്പെങ്കിലും ഈ ഒരു റൂട്ട് ഒരിക്കൽ വരണമെന്നുള്ളതാണ്. കാരണം നമ്മൾ എത്രയൊക്കെ കാറിൽ സഞ്ചരിച്ചാലും ബൈക്കിൽ പോകുന്ന ആ ഒരു ഫീല് ലഭിക്കാറില്ലല്ലോ.
ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കുറേ അധികം ഇതുപോലെ വലിയ വലിയ ലോറികളെയൊക്കെയാണ് നമ്മുടെ മുന്നിൽ കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലും കേരള രജിസ്ട്രേഷൻ വണ്ടികളായിരുന്നു നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ ഈ പോകുന്നതെല്ലാം തന്നെ കർണാടക കേരള ബോർഡർ ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗം മൊത്തമായിട്ടും കർണാടകത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. ഇനി ഏതായാലും ഇവിടുന്ന് അങ്ങോട്ടിനി നല്ല റോഡ് നമുക്ക് കിട്ടും. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്ന ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അവസാനത്തെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. ഇതിനപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലേക്കുള്ള ഒരു ബോർഡ് കാണാം. ഇതിനപ്പുറത്തോട്ടാണ് കേരളം വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് കേരളത്തിലേക്ക് സ്വാഗതം എന്നുള്ള ഒരു ബോർഡൊക്കെ കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഊട്ടുപുഴ എന്നാണ്. ഇവിടുന്ന് ഇനി നേരെ പോകുന്നത് കണ്ണൂരിലെ മെയിൻ ടൗണിലോട്ടായിരിക്കും. അങ്ങനെ നമ്മൾ കണ്ണൂർ ടൗണെല്ലാം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു ഹോട്ടലിലോട്ട് കയറി നല്ല ഭൂരിയും ചെമ്മീൻ കറിയും കഴിച്ചു. അവിടുന്ന് പിന്നെ മാഹി വഴി കോഴിക്കോടോട്ടാണ് യാത്ര. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തിയതും ആദ്യം തന്നെ നോക്കിയത് അവിടെ അടുത്തുള്ള ബീച്ചുകൾ ഏതൊക്കെയാണെന്നായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി സെർച്ച് ചെയ്തതിന് ശേഷം അടുത്തായി കൊയിലാണ്ടി ബീച്ച് ഉണ്ടെന്നറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് കൊയിലാണ്ടി ബീച്ചിലോട്ടാണ്. ഈ കാണുന്നതാണ് കൊയിലാണ്ടി ബീച്ച്. നല്ല വെയിലുള്ളത് കൊണ്ട് അധികം രസമൊന്നും ഈ ഒരു ബീച്ചിലൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് നട്ടുച്ചയാണെന്ന് കൂടെ ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊരി വെയിലത്ത് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ തൊട്ടടുത്തുള്ള കാപ്പാട് ബീച്ചിലൂടെ പോകാമെന്ന് വെച്ചു. ഈ ഒരു കൊയിലാണ്ടി ബീച്ചിൽ നിന്ന് കാപ്പാട് ബീച്ചിലോട്ട് അധികം ദൂരമൊന്നുമില്ല. നമ്മളങ്ങോട്ട് പോകുന്ന വഴിയും ഇതുപോലെ വളരെ ചെറിയൊരു റോഡാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലതുവശത്തോട്ട് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഭംഗിയായിട്ട് ഈ ഒരു കടൽ നമുക്ക് കാണാം. അങ്ങനെ അവസാനം ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഇവിടുത്തെ കാപ്പാട് ബീച്ചിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും ഇത് തന്നെയാണോ ശരിക്കുള്ള കാപ്പാട് ബീച്ചെന്ന് നമുക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കാപ്പാട് ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം കോഴിക്കോട് വന്നാൽ എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെ ഒരു അടിപൊളി ഉപ്പിലിട്ട മാങ്ങയും വാങ്ങി ഞങ്ങളിനി നേരെ പോകുന്നത് പാലക്കാടോട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ബൈ ബൈ.